that we have discussed about the that is environments അല്ലേ. അത് 3 എൻവയൺമെന്റുകളാണ് നമ്മൾ പറഞ്ഞു പോയത്. ലീഗൽ എൻവയൺമെന്റ് പറഞ്ഞു, ആൻഡ് ദി സെക്കൻഡ് ഈസ് ലീഗൽ എൻവയൺമെന്റിൽ തന്നെ നമ്മൾ പറഞ്ഞു വേരിയസ് ആക്ട്സ് ഉണ്ട്, സെബി ഗൈഡ് ലൈൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റം, ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് എൻവയൺമെന്റ്, അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉള്ള ചില ഫാക്ടേഴ്സുകൾ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ടാക്സ് എൻവയൺമെന്റ്, ഹൗ ദി ടാക്സ് ഇമ്പാക്ട്സ് ദ ബിസിനസ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നോക്കിയത്. And today we are entering into a new topic, that is your syllabus topic ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു സംഭവമാണ്, that is agency problem in financial management. ഇതാണ് ഏജൻസി പ്രോബ്ലം ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത് പറയുമ്പോൾ നമ്മൾ ലോക പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഒരു പഠിക്കാറുണ്ട്, പ്രിൻസിപ്പൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പ്രിൻസിപ്പൾ എന്നുണ്ടായിരിക്കും രണ്ട് വ്യക്തികൾ, ഒരാളെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നു ആൻഡ് ഏജന്റ് എന്നുള്ള. അപ്പോൾ ആ ഒരു രീതി അങ്ങനത്തെ ഇങ്ങനൊരു പ്രിൻസിപ്പൽ ഏജന്റ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും പ്രിൻസിപ്പൾ ചിലപ്പോൾ കമ്പനി ആവാം, ചിലപ്പോൾ ഗവൺമെന്റ് ആവാം പ്രിൻസിപ്പൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ആരാണ് പ്രിൻസിപ്പൾ, ആരാണ് ഏജന്റ് എന്നുള്ള രീതിയിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടാകും എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുമ്പോൾ, ഇത് ഫിനാൻഷ്യലി ഒരു കമ്പനി മാനേജ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ചില ഏജൻസി പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ടുഡേസ് ക്ലാസ്, ഏജൻസി പ്രോബ്ലം ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ ജസ്റ്റ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതിന് വേണ്ടി നമുക്കത് ഓരോരുത്തരുടെയും പഠിക്കാനുണ്ട്. ഓരോരുത്തരും പ്രിൻസിപ്പൾ ആകുമ്പോൾ, ഓരോരുത്തരും ഏജന്റ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത്. പക്ഷേ അതായത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഫേംസിലും എന്താണ്, ദേ ആർ മാനേജ്ഡ് ഇൻ വൺ ഓഫ് ദി 3 ways. 3 വഴികൾ പറഞ്ഞിരുന്നത്, അത് ഏതെങ്കിലും ഒരു വേയിലായിരിക്കും എല്ലാ ഫേംസുകളും മാനേജ് ചെയ്ത് വരിക എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയണത് ദാറ്റ് ഈസ് ഒന്നെങ്കിൽ ഓണേഴ്സ് ദംസെൽസ്, ഒന്നെങ്കിൽ അത് ആ ബിസിനസ് മാനേജ് ചെയ്യുക ആരായിരിക്കും, ഓണേഴ്സ് തന്നെ, ഓണേഴ്സ് അതിൻ്റെ ഉടമസ്ഥർ തന്നെ ആ ഫേം മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ സെക്കൻഡ് ബൈ മാനേജ്മെന്റ്, ദാറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഓണേഴ്സ്, മാനേജ്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മാനേജേഴ്സ്. മാനേജ്മെന്റിനേക്കാൾ കൂടുതൽ എന്താണ് നമുക്ക് പറയാം, മാനേജേഴ്സ് എന്ന് പറയാം. മാനേജേഴ്സ് അപ്പോയിന്റഡ് ബൈ ആരായിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്തത്, ദാറ്റ് ഈസ് ഓണേഴ്സ്. ഓണേഴ്സ് അപ്പോയിന്റ്, അപ്പോൾ ഒന്നെങ്കിൽ ഓണേഴ്സ് സ്വയം ചെയ്യുന്നു, അല്ലെങ്കിൽ ഓണേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന മാനേജേഴ്സ് ഈ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്, ബൈ മാനേജേഴ്സ് who are also ഓണേഴ്സ് തന്നെ, അവർ തന്നെ മാനേജേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു ഫേമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. 3 തരത്തിലാണ് ഒരു ഫേമിനെ 3 തരമാണുള്ളത് ചെയ്യാൻ. നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിലായിരിക്കും ഒരു ഫേമിനെ ചെയ്യുക, മാനേജ് ചെയ്ത് പോകുക. ഫസ്റ്റ് ഓണേഴ്സ് themselves then by the owners appointed, that is owners managers appointed by the owners, അല്ലെങ്കിൽ എന്താണ് ഓണേഴ്സ് തന്നെ മാനേജേഴ്സ് ആയതുകൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് കേസ് എടുക്കാം. ഓണേഴ്സ് എന്ന് കേസ് എടുക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഏജൻസി പ്രോബ്ലം ഇല്ല എന്ന് വെച്ചാൽ അവിടെ വേറെ ആരും വരുന്നില്ല, ആരാണോ ഓണർ അവർ തന്നെ എന്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിലൊരു ഏജൻസി പ്രോബ്ലം, നോ ഏജൻസി പ്രോബ്ലം, നോ ഏജൻസി, അവിടെ ഒരു ഏജൻസി എന്നുള്ള സംഭവം അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷെ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും അങ്ങനത്തെ പ്രോബ്ലംസൊന്നും ആദ്യത്തെ കേസിൽ ഉണ്ടാകില്ല. ബട്ട് ഇൻ അതർ 2 cases, അതായത് മാനേജേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഹു ആർ ഓൾസോ ഓണേഴ്സ് എന്നുള്ള കേസസിൽ വരുമ്പോൾ എന്തുണ്ടായിരിക്കും, മാനേജേഴ്സ് ആക്ട്സ് ആസ് ഏജന്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ഫേം. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ 2 കേസസിലൂടെ മാനേജേഴ്സ് എന്നുള്ള ഇത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം നമുക്ക് തോന്നുന്ന കാര്യം മൂന്നാമത്തെ എന്തിനാണ് അങ്ങനെയാകുന്നത്, അതായത് എല്ലാ ഓണേഴ്സും ആരാവില്ല, മാനേജേഴ്സ് ആവില്ല. അപ്പോൾ 3rd കേസിലും എന്തുണ്ടാകാം, ഏജൻസി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡിലും ഏജൻസി പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കാരണം, എന്താണ്, ദാറ്റ് ഈസ് അതർ 2 cases മാനേജേഴ്സ് ആരായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. മാനേജേഴ്സ് ആക്ട് ആസ് ഏജൻസ്, മാനേജേഴ്സ് ആരായിട്ട് ആക്ട് ചെയ്യും, ഏജൻസുകളായിട്ട് ആക്ട് ചെയ്യും. രണ്ടിലും 2 കേസിലും മാനേജേഴ്സ് അവിടെ ഉണ്ട്. ആൻഡ് എന്താണ്, ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദി, കാരണം എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഓണേഴ്സ് ആയി മാറുന്നു ഓഫ് ദ കമ്പനി, ആൻഡ് മാനേജേഴ്സ് ആർ ദി ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ എ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഏജൻസ് മാനേജേഴ്സ് ആണെങ്കിൽ പ്രിൻസിപ്പൾ ആരായിരിക്കും, യാതൊരു ഡൗട്ടും ഇല്ല, ഓണേഴ്സ് ആയിരിക്കും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കേട്ടോ. പ്രിൻസിപ്പൾ ഏജന്റ്
നമ്മൾ കോൺട്രാക്ട് ഒക്കെ പഠിക്കുന്ന കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സുമായിരിക്കും. ആൻഡ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മേക്ക് ദ ഡിസിഷൻസ് അല്ലേ? നമുക്കറിയാം മാനേജേഴ്സ് ആണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ആൻഡ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുന്ന മാനേജേഴ്സും ഓണേഴ്സും അവിടെ ആരുണ്ടായിരിക്കും? ശരിക്കുള്ള ഓണേഴ്സ് തന്നെ ഷെയർ ഹോൾഡേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ് ഒരു കമ്പനിയിൽ ഈ മാനേജേഴ്സിനെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഒരു മാനേജറെ ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? ദേ ആർ അപ്പോയിന്റഡ് ബൈ, ഡൗട്ട് നമുക്കില്ല, ദേ ആർ അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. ദസ് managers are the agents and the shareholders are the principals. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം മാനേജേഴ്സ് എന്ന് പറയുന്നത് ഏജന്റും ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അഥവാ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളാണ്. ഇവിടെ ഈ ഒരു ആദ്യത്തെ കേസിൽ പ്രോബ്ലം ഇല്ലാത്തത് അവിടെ ആരും മാനേജേഴ്സ് ആയിട്ടില്ല, ഓണേഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊണ്ടുപോകുന്നു. തേർഡ് കേസിൽ ഈ റിലേഷൻഷിപ്പ് വരാനുള്ള റീസൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള റീസൺ എന്താണ്? ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവരെല്ലാവരും മാനേജേഴ്സ് ആയിരിക്കില്ല, അവർ കുറച്ച് പേര് മാത്രമായിരിക്കും ആരായിട്ടുണ്ടാകുക? മാനേജേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അത് രണ്ടാമത്തെ കേസിൽ പിന്നെ എന്തായാലും ഉണ്ട്, ഓണർ അപ്പോയിന്റ് ചെയ്യുന്ന മാനേജേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഈ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഇത് അപ്പോൾ മാനേജേഴ്സ് എപ്പോഴും എന്താണെന്ന് ചോദിക്കുക? മാനേജേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു ആക്ട് ഇൻ ദി ഫുൾ ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് അഥവാ ഓണേഴ്സ്, അതായത് പ്രിൻസിപ്പൽ എന്ന് പറയുന്നതിൻ്റെ ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, അത് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ധാരണ എന്താണ്? നമ്മുടെ താഴെ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ പറയുന്നവർ കേൾക്കും, നമ്മുടെ താല്പര്യാർത്ഥമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലേ? അതല്ലേ ഷെയർ ഹോൾഡർ മാനേജർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ദി മാനേജർ വിൽ ആക്ട് അക്കോർഡിംഗ് ടു ഹിം അല്ലെ? അദ്ദേഹം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്നാണ്. പക്ഷേ ഇത് എല്ലാ സമയത്തും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഷെയർ ഹോൾഡർ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് മാനേജറിനെ അപ്പോയിന്റ് ചെയ്താലും ഓൾവേസ് ദിസ് വിൽ നോട്ട് ഹാപ്പൺ എന്നുള്ളതാണ്. അതായത് ദാറ്റ് ഈസ് മാനേജേഴ്സ് മേ നോട്ട് വർക്ക് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡറുടെ താല്പര്യാർത്ഥം മാനേജർ ആക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പകരം അവർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? ദേ വർക്ക് ഫോർ ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ചില കേസസിൽ മാനേജേഴ്സ് എന്ത് ചെയ്യും? അവനവൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ, അവനവൻ്റെ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടും എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ദേ വിൽ ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? ഒരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ എന്തുണ്ടാകുന്നു? ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് they work for their interest, they don't care the interest of the shareholders. അപ്പോൾ നമ്മൾ പറഞ്ഞ ആരാണ്? ഷെയർ ഹോൾഡേഴ്സിനെ തന്നെ ഓണേഴ്സ് എന്നും പറയാം, പ്രിൻസിപ്പൽ എന്നും പറയാം. they try to maximize their own wealth. ഷെയർ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അതാണ് നമ്മൾ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞത്. ഇവിടെ ഏജൻസ് എന്ത് ചെയ്യുന്നു? ഏജൻസ് അവരവൻ്റെ വെൽത്ത് മാക്സിമൈസേഷനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? there is a possibility of arising a കോൺഫ്ലിക്റ്റ്. ഇത് തമ്മിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഒരു ഡിസ്പ്യൂട്ട് അഥവാ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ആണ് അവിടെ ആ പ്രോബ്ലം വരുന്നത്. റൈസിംഗ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതായിരിക്കും മാനേജേഴ്സ് അല്ലേ? നമ്മൾ ഓരോ മാനേജിംഗ് ഡയറക്ടർ അല്ലെ അങ്ങനെ ഓരോരുത്തർ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഓണേഴ്സും തമ്മിൽ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഒരു കോൺഫ്ലിക്റ്റ് അഥവാ ഡിസ്പ്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. And this is known as agency problem. ഇതിനെയാണ് നമ്മൾ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഏജൻസി കോൺഫ്ലിക്റ്റ്. ഏജൻസി കോൺഫ്ലിക്റ്റ് ക്ലിയർ ആണ് മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഏജൻസി കോൺഫ്ലിക്റ്റ് എന്നും ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. And what is the meaning of agency problem? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മുടെ ഏജൻസി പ്രോബ്ലം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇറ്റ് റെഫേഴ്സ് ടു എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ എ കമ്പനീസ് മാനേജ്മെന്റ് ആൻഡ് കമ്പനീസ് സ്റ്റോക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ മാനേജ്മെന്റും കമ്പനിയുടെ അതായത് കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സും തമ്മിൽ എന്താണ്? അവരുടെ താല്പര്യങ്ങൾ തമ്മിലൊരു ചേർച്ച ഇല്ലായ്മ ഉണ്ടായാൽ അവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാം? arises an agency conflict or an agency problem. ക്ലിയർ? അതായത് നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാകണം. കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആയിരിക്കില്ല കമ്പനിയുടെ മാനേജ്മെന്റിൽ ഇരിക്കുന്നവരെ. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡേഴ്സ് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, പിന്നെ എല്ലാ സ്റ്റോക്ക് ഹോൾഡേഴ്സും മാനേജേഴ്സ് ആവുകയില്ല. അപ്പോൾ അവർ ഈ രണ്ടുപേരെ കൂട്ടരുടെയും ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. And it can be better defined as a conflict taking place when the agents who are entrusted. അപ്പോൾ ഏജൻസിനെയാണ് എല്ലാ ചുമതലയും ആരെ ഏൽപ്പിച്ചിട്ടുണ്ടാകുക? പ്രിൻസിപ്പളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. When the agents who
who are entrusted with the responsibility of looking after the interest of the principal misuse their power. എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്യുന്നു. അവരുടെ പവർ എന്ത് ചെയ്യാണ്? മിസ്യൂസ്. അവർക്ക് കൊടുത്തിട്ടുള്ള പവർ എന്ത് ചെയ്യാണ്? മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഏത് പ്രോബ്ലം ഉണ്ടാകുന്നത്? ഏജൻസി കോൺഫ്ലിക്റ്റ്. നമുക്ക് തന്നിട്ടുള്ള അധികാരം നമ്മൾ ഉപയോഗിക്കേണ്ട വിധത്തിലല്ല, അത് മിസ്യൂസ് ചെയ്യുന്നു. പവർ ഓഫ് അതോറിറ്റി ഫോർ ദെയർ പേഴ്സണൽ ബെനിഫിറ്റ്സ്. ദസ് ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റുവേഷൻ ആണ്, ഒരു സന്ദർഭമാണ് ഇൻ വിച്ച് ഏജൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഏജൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റണം. മാനേജേഴ്സ് ആണ് ഏജൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ് ഏജൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. യൂസ് ദെയർ അതോറിറ്റി. അവർക്ക് പ്രിൻസിപ്പൾ കൊടുത്തിട്ടുള്ള അതോറിറ്റിയാണ് അവർക്ക്. ആ അതോറിറ്റി അവർ എങ്ങനെ യൂസ് ചെയ്യുന്നു? ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. ഇവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യുന്നു. ആരുടെ താല്പര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാതെ? പ്രിൻസിപ്പളുടെ താല്പര്യത്തിനല്ലാതെ അവനവന്റെ താല്പര്യത്തിന് അത് യൂസ് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തെയാണ് നമ്മളുള്ളത് വി കോൾ ഇറ്റ് ആസ് ഏജൻസി. ഇല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ വളരെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാനത് പറഞ്ഞു പോയതേ ഉള്ളൂ. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഏജൻസി പ്രോബ്ലം തന്നെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടായിരിക്കും. പല തരത്തിൽ ഉള്ള ഏജൻസി പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ദ ടോപ്പിക് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് ടൈപ്സ് ഓഫ് ഏജൻസി പ്രോബ്ലം. ഇതാണ് ടൈപ്സ് ഓഫ് ഏജൻസി പ്രോബ്ലംസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ടൈപ്പാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആരും തമ്മിലുള്ളതാണ്? സ്റ്റോക്ക് ഹോൾഡേഴ്സും മാനേജ്മെൻറ്റും തമ്മിലുണ്ടാവുന്നത്. ആര് തമ്മിലുള്ള ഏജൻസി പ്രോബ്ലം ആണ്? നമ്മുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആൻഡ് മാനേജ്മെന്റ് നമ്മളോട് പറയുന്നത് ആരാണ്? മാനേജേഴ്സ്. ഇവർ തമ്മിലുള്ള ഒരു പ്രോബ്ലം ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് എന്നാണ് നമ്മളവിടെ യൂസ് ചെയ്യുക കേട്ടോ. ആൻഡുമല്ല, വേഴ്സസ്. സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമ്മളിത് ഈ ഒരു പ്രോബ്ലം ഏറ്റവും രൂക്ഷമാകുക എപ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ് എന്നുള്ളതിലേക്ക് പോകാം ലാർജ് കമ്പനീസിലായിരിക്കും. കാരണം എന്താണ്? ഒരുപാട് ഇക്വിറ്റി ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഒരുപാട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ലാർജ് കമ്പനീസിലാണ് ഈ ഒരു പ്രോബ്ലം കണ്ടുവരിക. ഇറ്റ് ഈസ് ഓൾവേസ് ക്രൂഷ്യൽ ഫോർ എൻ ഓർഗനൈസേഷൻ ടു സെറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ സെപ്പറേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് വേറെ, ഓണർഷിപ്പ് വേറെ എന്ന രീതിയിലായിരിക്കും വലിയ ഓർഗനൈസേഷൻസിലൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ദർ ഇസ് നോ റീസൺ ഫോർ ദം ടു ഫോം എ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ കൃത്യം പഠിക്കുന്നതാണ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം ദാറ്റ് ഓഫ് ദി മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലായിരിക്കും. ദ കമ്പനി വിൽ ഹയർ പ്രൊഫഷണൽസ് for managing the key operations of the same. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ PLE അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യും. അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതായത് ഏജൻസ് പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അതായത് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി. ബട്ട് ഹയറിംഗ് ഔട്ട്സൈഡ്സ് മേ ബിക്കം ട്രബിൾസം ഫോർ സ്റ്റോക്ക് ഹോൾഡേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സിന് എന്തായിരിക്കും? പുറമെന്ന ആള് കമ്പനിയിലേക്ക് വിളിച്ച് കയറ്റുമ്പോൾ ഇതിൻ്റെതായ ബുദ്ധിമുട്ട്. അവർ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇവർ പറയുന്നത് അപ്പാടെ അനുസരിക്കുന്നവരായിരിക്കുന്നില്ല. ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഓൺ വ്യൂസ് ഉണ്ടായിരിക്കാം. ശരിക്കും അവർ പുറമെന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം. കമ്പനിയുടെ മാനേജ്മെന്റിന് വേണ്ടി പുറമേ നിന്ന് ആളെ എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനകത്ത് തന്നെയാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ് പെടുന്നത്. അവർക്ക് അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. ദ മാനേജേഴ്സ് ഹയർഡ് മേ ടേക്ക് unjustified decisions and might even misuse the shareholders. അപ്പം ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഈ പുറമെന്ന് ഞാൻ ഹയർ ചെയ്ത വ്യക്തികൾ എടുക്കാം, അല്ലെങ്കിൽ അഥവാ ഏജൻസികൾ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പൈസയല്ലോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ എന്ന രീതിയിൽ അവർ വളരെ ആർഭാടമായിട്ടൊക്കെ വലിയ ക്വാർട്ടേഴ്സ്, കാറ്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മണി മിസ്യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ക്യാൻ ബി. അപ്പം ഇങ്ങനെ ചെയ്താൽ അവിടെ എന്തുണ്ട്? ദർ ഇസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് അത് കാണുന്നു, അത് അവർ ചോദ്യം ചെയ്തേക്കാം. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിസ് ക്യാൻ ബി എ റീസൺ ഫോർ ദി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദി ടു ആൻഡ് ഹെൻസ് റൈസസ് ആൻഡ് ഏജൻസി പ്രോബ്ലം. അതാണ് ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് മാനേജ്മെന്റ് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഏജൻസ് എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ മണി അവർ മിസ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പം അങ്ങനെ വരുമ്പോൾ അതാണ് ഫസ്റ്റ് ടൈപ്പ് പറയുന്നത്. ആൻഡ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ദാറ്റ് ഈസ് ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് ക്രെഡിറ്റേഴ്സ്. ശ്രദ്ധിക്കുക, സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് ക്രെഡിറ്റേഴ്സ്.
ക്രെഡിറ്റേഴ്സും സ്റ്റോക്ക് ഹോൾഡേഴ്സും തമ്മിലുണ്ടാകുന്ന പ്രോബ്ലം. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് ക്രെഡിറ്റേഴ്സ്. അതിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം they are known as the ഷെയർ ഹോൾഡേഴ്സ് ആണ്. might pick up risky project for making more profits. സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കൂടുതൽ നമുക്കറിയാം ഹയർ ദ റിസ്ക് ഹയർ വിൽ ബി ദ പ്രോഫിറ്റ് ആണെന്ന് അറിയാം. നല്ല ലാഭം കിട്ടുന്നതിന് വേണ്ടി increase risk might elevate the required return of the companies. ഈ ഒരു ഇൻക്രീസ് റിസ്ക് എടുക്കുമ്പോൾ എന്താണ്, കമ്പനി ഹൈ റിസ്ക് എടുക്കുമ്പോൾ ഹൈ റിട്ടേൺ എലിവേറ്റഡ് എന്ന് പറഞ്ഞാണ് ഇൻക്രീസിംഗ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കമ്പനിക്ക് ഒരു ഹൈ റിട്ടേൺ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു. മാത്രമല്ല കമ്പനീസിന്റെ ഡെറ്റിനെ സംബന്ധിച്ചോളം കടമെടുത്തിട്ടാണ് ക്രെഡിറ്റേഴ്സിന് എടുത്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹെൻസ് ദി ഓവറോൾ വാല്യൂ ഓഫ് ദി പെൻഡിങ് ഡെറ്റ്സ് മൈറ്റ് fall എന്നാണ് പറയുന്നത്. If the project sinks, the bond holders will have to participate in the process. പക്ഷേ ഇങ്ങനെ ഹൈ റിസ്ക് ഉള്ള പ്രൊജക്റ്റുകൾ എടുത്ത് എന്തെങ്കിലും കാരണവശാൽ ആ പ്രൊജക്റ്റ് കൃത്യമായി നടന്നില്ല എങ്കിൽ എന്താണ്ടാവുക, കമ്പനിയുടെ നഷ്ടം കൂടും അല്ലേ. അത് ആരും കൂടി ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സും കൂടി ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ വരുന്നത്. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അല്ലേ, ഡിബെഞ്ചർ എടുക്കുന്നവർ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ അവരും കൂടി അത് ബെയർ ചെയ്യേണ്ടത് വരും. ആൻഡ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് പറയും, നിങ്ങൾ കാരണമാണ് ഇങ്ങോട്ട് നഷ്ടം വന്നത്, നിങ്ങൾ ഇത്രയും റിസ്കി പ്രൊജക്റ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇത്ര നഷ്ടം വരുമായിരുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നഷ്ടം ഞങ്ങളും കൂടി ശ്രമിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു എന്ന രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഏജൻസി പ്രോബ്ലം വിത്ത് സ്റ്റോക്ക് ഹോൾഡേഴ്സ്. സ്റ്റോക്ക് ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള ഏജൻസി പ്രോബ്ലം വരുന്നത് അങ്ങനെയാണ്. റിസ്കി പ്രൊജക്റ്റുകളിൽ ഹൈ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ചിലപ്പോൾ ആ പ്രൊജക്റ്റ് നടന്നില്ല എങ്കിൽ അത് വരുന്ന നഷ്ടം ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല അത് എന്ത് ചെയ്യേണ്ടത്, സഫർ ചെയ്യേണ്ടത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും കൂടി അഥവാ ക്രെഡിറ്റേഴ്സിനും കൂടി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സഫർ ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ വന്നാൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. ഓക്കെ. ആൻഡ് ദി തേർഡ് ഈസ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. സ്റ്റോക്ക് ഹോൾഡേഴ്സ് വേഴ്സസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. stockholders and stakeholders എന്നുള്ളതാണ് all those who are interested in the performance of the company, government, creditors, consumers. ഇതൊക്കെ നമുക്ക് ഇതിലെടുക്കാം stakeholders ൽ പെടും. The stockholders of a company may have a conflict of interest with other stakeholders like customers, employees, society and communities. For example, അതായത് ഇങ്ങനെയാണ് സ്റ്റേക്ക്ഹോൾഡേഴ്സും സ്റ്റോക്ക് ഹോൾഡേഴ്സും അതായത് ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അതായത് ഫോർ എക്സാമ്പിൾ പറയാണ്, എംപ്ലോയി എന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. കമ്പനിയുടെ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ട്, കമ്പനി നന്നായാലേ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ലാഭം കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും, എംപ്ലോയീസ് മൈറ്റ് ബി ആസ്കിംഗ് ഫോർ എ ഹൈ ഇൻ ദ സാലറീസ് വിച്ച് ഇഫ് റിജക്റ്റഡ് ബൈ ദി സ്റ്റോക്ക് ഹോൾഡർ. ചില സമയത്ത് എംപ്ലോയീസ് ഹൈക്ക് ചോദിക്കും, അവരുടെ പേയ്മെൻറ്റിൽ ഹൈക്ക് ചോദിക്കും. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ഹൈക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അതിപ്പോൾ പറ്റില്ല, അവരത് അംഗീകരിക്കില്ല, മീറ്റിംഗോ കൂടിയിട്ടാണല്ലോ തീരുമാനിക്കാം, അവരത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം. ദെൻ ദർ ആർ probabilities of agency problem or അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ട്, there is a chance for agency problem ഓ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റോ ഉണ്ടാകാനുള്ള സാധ്യത. ക്ലിയർ? ദാറ്റ് ഈസ് ഇങ്ങനെ 3 തരത്തിലുള്ള ഏജൻസി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. സ്റ്റോക്ക് ഹോൾഡേഴ്സും മാനേജ്മെന്റ് അഥവാ ഏജൻസികൾ തമ്മിൽ, സ്റ്റോക്ക് ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ, അതുപോലെ തന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും. ക്ലിയർ ആയിട്ടുണ്ടാവുകയായിരുന്നു. ഇനി ഈ പറയുന്ന ഏജൻസി പ്രോബ്ലംസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ദ കോസസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ദാറ്റ് ഈസ് കോസസ് ഓഫ് ഏജൻസി പ്രോബ്ലം. കോസസ് അഥവാ റീസൺസ് എന്ന് നമുക്ക് പറയാം കേട്ടോ. കോസസ് അഥവാ റീസൺസ് ഓഫ് ഏജൻസി പ്രോബ്ലം. അതൊപ്പം തന്നെ അതിൻ്റെ എന്തുകൂടി കാണുന്നു നമ്മൾ, ഓൾസോ ദെയർ സൊല്യൂഷൻസ്. ഇതിനുള്ള കാരണം അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. നമ്മളതിൽ ആദ്യത്തെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ടൈപ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ടൈപ്സ് പഠിച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ തമ്മിലുള്ളതായിരുന്നു ഷെയർ ഹോൾഡേഴ്സും മാനേജേഴ്സും തമ്മിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട് ബിറ്റ്വീൻ. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ആര് തമ്മിലാണ്, ദാറ്റ് ഈസ് മാനേജേഴ്സ് ആൻഡ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ്, മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും നമ്മൾ പറഞ്ഞതാണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള റീസൺസുകൾ നമ്മൾ ചെറിയ റീസൺസുകൾ നമ്മൾ പറഞ്ഞു.
അവരവരുടെ ഇഷ്ടത്തിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു. നമ്മളൊന്നും കൂടി അതിൻ്റെ ഇൻ ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം arises when, അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ഇതിൽ ആരാണ് പ്രിൻസിപ്പൾ, ആരാണ് ഏജന്റ് എന്നുള്ളതാണ്. ഇതിൽ ആരായിരിക്കും പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്? ഈ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നതായിരിക്കും പ്രിൻസിപ്പൾ, മാനേജേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഏജന്റ്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കും. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലം അവിടെ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ദാറ്റ് arises when there is a conflict of interest between the, ആദ്യം നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുകയാണ് പ്രിൻസിപ്പൽ ആൻഡ് ദി ഏജന്റ്. ഏജന്റ് ഇവിടെ മാനേജർ ആണെന്ന് അറിയാം, പ്രിൻസിപ്പൽ ഷെയർ ഹോൾഡർ ആണ്. ഇത് സാധാരണ രീതിയിൽ എപ്പോഴും ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ഏജന്റ് ഉണ്ടല്ലോ, ഏജന്റ് എന്ത് ചെയ്യുന്നു? അവരുടെ സ്വന്തം താല്പര്യ പ്രകാരം പ്രവർത്തിക്കും. സോൾലി ഇൻ ഹിസ് ഓർ ഹെർ ഓൺ ഇൻട്രസ്റ്റ്. ആരുടെ താല്പര്യങ്ങളും വകവയ്ക്കുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന് എന്താ താല്പര്യം എന്ന് നോക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവർ എന്ത് ചെയ്യുന്നു? മാനേജേഴ്സ് അവരുടെ ഇഷ്ടം കാര്യങ്ങൾ ചെയ്യും. അപ്പോഴാണ് സാധാരണ രീതിയിൽ ഈ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഇൻ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ദ പ്രിൻസിപ്പൽ ഇസ് ദ, അപ്പോൾ നമുക്കതിലെ പ്രിൻസിപ്പൾ ആരാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഐ വിൽ റീഡ് ഇറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വായിച്ചു പോകാം. പ്രിൻസിപ്പൽ ഇസ് ദ പാർട്ടി ദാറ്റ് ലീഗലി അപ്പോയിന്റ്സ് ദ ഏജന്റ് ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ആക്ഷൻസ് ഓൺ ഇറ്റ്സ് ബിഹാഫ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ പ്രിൻസിപ്പൾ എന്നും, ഈ പ്രിൻസിപ്പൾ ആരെയാണ് അപ്പോയിന്റ് ചെയ്ത കാര്യങ്ങൾ നോക്കാൻ അവരെ നമുക്ക് ഏജന്റ് എന്നും, നമ്മൾ പ്രിൻസിപ്പൾ ഏജന്റ് എന്നൊക്കെ പഠിക്കുന്നതാണ്. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ, നമ്മൾ ഇതിലേക്ക് വരികയാണ്, ഒരു പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എപ്പോഴും അറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്പർ കൂടുതലായിരിക്കും, ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം. ആൻഡ് ദേ ആർ ഓൾ ദി ഓണേഴ്സ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവരൊക്കെ ആരാണ്? ഓണേഴ്സ് ആയിരിക്കാം. ദേ ആർ ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി ബിക്കോസ് ദേ ഹാവ്, എന്തുകൊണ്ടാണ്? they have contributed to the capital. ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അവർ ആരായി മാറുന്നത്? ഓണേഴ്സ് ആയിട്ട് അവർ മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഷെയർ ക്യാപിറ്റൽ, അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. സിൻസ്, പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? സിൻസ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഓണേഴ്സ് ഇറ്റ് മേ നോട്ട് ബി പ്രാക്ടിക്കബിൾ ഫോർ ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ് ടു മാനേജ് ദി അഫയേഴ്സ്. ഒരു പബ്ലിക്, പ്രൈവറ്റ് ആണെങ്കിൽ അത്രയും നമുക്കറിയാം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. പബ്ലിക് ആകുമ്പോൾ ഒരുപാടുണ്ടായിരിക്കും. അതിലെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ പ്രാക്ടിക്കൽ, അല്ല ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇടയിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യും. ക്ലിയർ? മനസ്സിലാക്കിയിരിക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട് ഫ്രം എമംഗ് ദം റെപ്രസെന്റേറ്റീവ്സ് ടു മാനേജ് ദ കമ്പനി. ആൻഡ് ദീസ് റെപ്രസെന്റേറ്റീവ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യങ്ങളാണ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് BOD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട്. BOD എന്ന് വിളിക്കുന്നത് BOD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ റെപ്രസെന്റേറ്റീവ്സിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതോ മാനേജേഴ്സ് എന്ന് നമ്മൾ പറയും. ദേ മേക്ക് ദിസ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കമ്പനിയുടെ അഫയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഷെയർ ഹോൾഡേഴ്സ് അത് എന്ത് ചെയ്യും? ഒരു വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഡേ ടു ഡേ അഫയേഴ്സും എല്ലാ കാര്യങ്ങളും ആര് ചെയ്യണം? BOD ചെയ്യേണ്ടതാണ്. They have to make decisions and execute decisions on behalf of the shareholders. അല്ലെ, ഷെയർ ഹോൾഡർക്ക് ഡിസിഷൻസ് എടുക്കാം, ഷെയർ ഹോൾഡേഴ്സിന്റെ ബിഹാഫിൽ നിന്നുകൊണ്ട് അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ദസ് ഷെയർ ഹോൾഡേഴ്സ്, അപ്പോൾ എന്താണ് ദസ്? ഷെയർ ഹോൾഡേഴ്സ് ആരായി മാറും? റെപ്രസെന്റേറ്റീവ്സ് ആരാണ്? അപ്പോയിന്റ് ചെയ്തത് BOD-നെയാണ്. ദസ് ഷെയർ ഹോൾഡേഴ്സ് ബിക്കം ദ പ്രിൻസിപ്പൽ ആൻഡ് ദി BOD becomes the agent ആയി മാറുന്നു. And here അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ക്ലിയർ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആണ്, അല്ലെ? ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ്സ് ദ ഗ്രൗണ്ട് ഫോർ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ആ ഒരു ഓണർഷിപ്പും നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഡീറ്റെയിലേക്ക് വരുന്നു. ഒരു ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ചാൻസസും ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് ടു അറൈസ് എ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാനുള്ള, ഈ രണ്ട് പാർട്ടീസും തമ്മിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുക? അതായത് മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സിനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത് that is it is about the remuneration-നെ കുറിച്ചിട്ടായിരിക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് റെമ്യൂണറേഷൻ, ശമ്പളം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം. കാരണം നമുക്കറിയാം അല്ലേ, അതായത് മാനേജേഴ്സിന് ഫിക്സഡ് സാലറിയാണ്, ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ കിട്ടും. അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അതും മാനേജ്മെന്റ് പോളിസി അനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യും? ഡിവിഡൻഡ്. അപ്പോൾ റെമ്യൂണറേഷനെ കുറിച്ചിട്ട് അവർ, അതാണ് ശരിക്കും കോസസ് ആയിരുന്നു പറയുന്നത്. റെമ്യൂണറേഷൻ ഒരു കാരണമായിരിക്കാം. പിന്നെന്താണ്? റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസ് ഉണ്ട്. റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസ്
റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസ്. എന്താണ് റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? അവർക്ക് ഹൈ റിട്ടേൺ കിട്ടും. ഹൈ റിട്ടേണെങ്കിൽ അവർ എത്ര റിസ്ക് എടുക്കും? ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഹൈ റിസ്ക് അല്ലേ, ഹൈ റിട്ടേൺ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഇഷ്ടം എന്തായിരിക്കും? ഹൈ റിസ്ക് എടുത്ത് ഹൈ റിട്ടേണിന് ഇൻവെസ്റ്റ് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ മാത്രമൊന്നും ആയിരിക്കില്ല, അവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും, പല പല സ്ഥലത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേസമയം എന്താണ് മാനേജേഴ്സ് പ്രിഫർ ചെയ്യാതായിരിക്കും ലോ റിസ്ക് ആണ്. കാരണം അവർക്ക് അവർ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് അവനവരിക്കുന്ന കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊന്നും പറയാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതേ മാനേജേഴ്സ് ഓൾവേസ് പ്രിഫർ ലോ റിസ്ക് അവർ ഏറ്റെടുക്കുക. അതുകൊണ്ട് ലോ പ്രൊഫൈൽ പ്രോജക്ട്സിലാണ് അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് റൈസ് ഡിസ്പ്യൂട്ട് അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതാണ് റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസും വൺ ഓഫ് ദി കോസസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഡിഫറൻസസ് ഇൻ വാല്യുവേഷൻ ഹൊറിസോൺ എന്നാണ് പറയുന്നത്. ഡിഫറൻസസ് ഇൻ വാല്യുവേഷൻ ഹൊറിസോൺ. വാല്യുവേഷൻ ഹൊറിസോൺ എന്താണ്? മാനേജേഴ്സ് പ്രിഫർ പ്രോഫിറ്റബിൾ പ്രോജക്ട്സ് ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു മാനേജേഴ്സിന് ഹൈ റിസ്ക് എടുക്കാൻ ഇഷ്ടമില്ല, ലോ റിസ്ക് ആണ്. പക്ഷെ അവരെന്താ ചെയ്യുക? അവർക്ക് പെട്ടെന്ന് പേര് കിട്ടാൻ വേണ്ടി ഷോർട്ട് റണ്ണിൽ ലാഭം ഉണ്ടാക്കുന്ന ചില പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കാനാണ് അവർക്ക് ഇഷ്ടം. മാനേജേഴ്സിന് എപ്പോഴും ഇഷ്ടമുണ്ടായിരിക്കാം. സോ ദാറ്റ് ദേ ക്യാൻ ഗെറ്റ് ക്രെഡിറ്റ് ഫോർ ദെയർ വർക്ക്. അപ്പോൾ അവരിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളത് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരിരുന്ന ആ പീരീഡിൽ അവർക്ക് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ ഷോർട്ട് റണ്ണിൽ ലാഭം ഉണ്ടാക്കുന്ന പ്രോജക്ട്സ് എടുക്കാനായിട്ട് ശ്രമിക്കും. ഷെയർ ഹോൾഡേഴ്സ് എന്താ ആലോചിക്കുക? ലോങ് റണ്ണിൽ, അതായത് അവർക്ക് പതുക്കെയാണെങ്കിലും ഹൈ റിട്ടേൺ കിട്ടിയാൽ മതി. അതാണ് അവർ. ഓൺ ദ അതർ ഹാൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ആർ കൺസിസ്റ്റന്റ് വിത്ത് ഗോയിങ് കൺസേൺ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ബിസിനസ് പഠിക്കുന്ന കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ. അത് ദീർഘകാലത്തേക്ക് ബിസിനസ് ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർ ആ ഒരു കോൺസെപ്റ്റിൽ ഗോയിങ് കൺസേൺ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ആലോചിക്കുക. ആൻഡ് ദിസ് മേ റിസൾട്ട് ഇൻ ഇൻക്രീസിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ആ രണ്ടുപേരും അവർ തമ്മിൽ എന്തുണ്ടായി? വാല്യൂ ചെയ്യുന്നതിനുള്ള ആ ഒരു ഹൊറിസോൺ, അതിൻ്റെ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ കാലാവധി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അൺനെസസറി പെർക്സ്. അൺനെസസറി പെർക്സ്. ഇതാണ് പെർക്സ് ടൈപ്പ്. നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെർക്സ് എന്ന് പറഞ്ഞാൽ അറിയേണ്ടതാണ്. എന്താണ് അൺനെസസറി പെർക്സ് പറഞ്ഞെങ്കിൽ? സാലറി കൂടാതെ കിട്ടുന്ന മറ്റുള്ള പേയ്മെന്റ്സ്, അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെ നിങ്ങളിപ്പോൾ ടാക്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് മാനേജേഴ്സിന് എപ്പോഴും എന്ത് കിട്ടും? അവർ ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടും. ഷെയർ ഹോൾഡേഴ്സിന് അതൊന്നും കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം ബിറ്റ്വീൻ. അതാണ് മോസ്റ്റ് മാനേജേഴ്സ് ആർ awarded high salary perks and fringe benefits. ഭയങ്കര നല്ല ഹൈ സാലറി കൊടുക്കും. പിന്നെ അത് മറ്റുള്ള കുറച്ച് ഫിനാൻഷ്യൽ അതർ പേയ്മെൻറ്റ്സുകളൊക്കെ അവർക്ക് കിട്ടും. അവരുടെ ബോണസോ അല്ലെങ്കിൽ അവരുടെ ഓരോ എന്താ പറയുക കമ്മീഷൻ കിട്ടാം, ഓരോ സ്റ്റേജ് അറ്റൻഡ് ചെയ്യുന്നതനുസരിച്ച്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് അവരുടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ദാറ്റ് ഈസ് ക്രിയേറ്റീവ് അക്കൗണ്ടിങ് സിസ്റ്റം. ക്രിയേറ്റീവ് അക്കൗണ്ടിങ് സിസ്റ്റം. ക്രിയേറ്റീവ് അക്കൗണ്ടിങ് സിസ്റ്റം അതും ഒരു പ്രോബ്ലമാണ് പറയുന്നത്. അതായത് മാനേജേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അക്കൗണ്ടിങ്ങിൽ മാനിപ്പുലേഷൻസ് കാണിക്കും. കാരണം അവർക്ക് സാലറിയും ഹൈ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കൂട്ടി കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവർ ചിലപ്പോൾ അക്കൗണ്ടിങ് പോളിസീസിൽ ചില മാനിപ്പുലേഷൻസ് കാണിക്കാൻ സാധ്യതയുണ്ട് ഇൻ ഓർഡർ ടു റിപ്പോർട്ട് ഹൈ പ്രോഫിറ്റ്സ്. അപ്പോൾ ഹൈ പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ചാണ് അവർക്ക് അവരുടെ ബോണസോ ഇൻസെൻറ്റീവ്സോ ഒക്കെ എന്ത് ചെയ്യുക? ബോണസിൽ ഇൻസെൻറ്റീവ്സോ ഒക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനൊരു പ്രോബ്ലം അവിടെ ഉണ്ടാകാം. ദാറ്റ് ഈസ് അവരെന്തെയും സ്റ്റോക്ക് വാല്യുവേഷനിൽ വ്യത്യാസങ്ങൾ വരുത്താം. ഡിപ്രിസിയേഷൻ നടത്തുന്നതിൽ എന്ത് ചെയ്യാം? ചില തിരിമറികളൊക്കെ നടത്തിയിട്ട് ഹ്യൂജ് പ്രോഫിറ്റ് കാണിക്കും. പക്ഷെ അത് ആ സമയത്ത് മാനേജർക്ക് അതുകൊണ്ട് കൂടെ ഉണ്ടാകാം. പക്ഷേ ലോങ് റണ്ണിൽ അത് ആരെയാണ് അഡ്വേഴ്സിൽ എഫക്ട് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിനെ അഡ്വേഴ്സിൽ എഫക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലം അവർ തമ്മിലുള്ള അതിൻ്റെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പെർസ്യൂയിങ് പവർ എന്നാണ് പറയുന്നത്. Pursuing power and self-esteem goals. Self-esteem goals. Okay.
Managers എങ്ങനെയായിരിക്കും? May go for enlarging the company through mergers and acquisitions with a view to increase rewards to them. അപ്പോൾ മാനേജേഴ്സ് എപ്പോഴും ആഗ്രഹം എന്താ വെച്ചെങ്കിൽ ഇവർക്ക് കൂടുതൽ റിവാർഡ് കിട്ടണം എന്നുള്ള ചിന്തയുണ്ടായിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി അവർ കൂടുതൽ മെർജിങ്ങിലേക്ക് അഥവാ എക്വിസിഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടാണ് അല്ലേ. അങ്ങനെയുള്ള ചില സ്ട്രാറ്റജീസ് ഒക്കെ ഇവർ കൂടുതൽ, കാരണം അതിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതൽ റിവാർഡ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. പക്ഷേ അതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് കിട്ടാം? മാനേജേഴ്സിന് ബെനിഫിറ്റ് കിട്ടും. ഷെയർ ഹോൾഡേഴ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം അതിലേക്ക് കൂടുതൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വരികയാണ്, ഓണർഷിപ്പ് ഡിവൈഡ് ചെയ്ത് പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവനവൻ്റെ പവർ അല്ലെങ്കിൽ അവനവൻ്റെ സെൽഫ് എസ്റ്റീം ഗോൾസ് നേടുന്നൊരവസ്ഥ മാനേജേഴ്സിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അതുകൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ പോലും നമുക്ക് അതിനെ ഇത് പറയാനാണ് പറയുന്നത്. ദിസ് മൈറ്റ് ബി ബെനിഫിഷ്യൽ ടു മാനേജേഴ്സ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ചിലവിൽ അവർക്ക് കുറച്ച് എന്ത് കിട്ടുക, കുറച്ച് ലാഭം കിട്ടുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പേരും പെരുമയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഷെയർ ഹോൾഡേഴ്സിന് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, ഒരു ഗുണവും കിട്ടുന്നില്ല. ഈ മെർജിങ് എക്വിസിഷൻ എന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? കിട്ടുക മാനേജേഴ്സ്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു മെർജിങ് എക്വിസിഷൻ എന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ ദെർ വിൽ ബി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ആര് തമ്മിലുണ്ടാകാം? മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത. ഇത്രയാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? കോസസ്, റെമ്യൂണറേഷൻ, റിസ്ക് പ്രൊഫൈൽ ഡിഫറൻസസ് ഇൻ വാല്യുവേഷൻ ഹൊറിസോൺ, unnecessary quirks, creative accounting system, pursuing power and self-esteem goals. I don't think the last one കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, pursuing power and self-esteem goals. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കോസസും പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം സൊല്യൂഷൻസും പഠിക്കുന്നുണ്ട്. ഏതൊരു പ്രോബ്ലംസിനും ഇതിൻ്റെതായിരിക്കും സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഇങ്ങനെ ഈ പറഞ്ഞ ഇത്രയും പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. വാട്ട് ആർ ദ സൊല്യൂഷൻ ടു ദീസ് പ്രോബ്ലംസ്? ആണ് സൊല്യൂഷൻസ്. അതിൽ ഒരു സൊല്യൂഷൻ പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ത്രെഡ് ഓഫ് ഫയർ. ത്രെഡ് ഓഫ് ഫയർ. ഒരു കാര്യം എന്താണ്? ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവിടെ എന്താണ് മുഖം നോക്കാതെ പറയാൻ പോലെ അപ്പോൾ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ അതാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. ഇഫ് മാനേജേഴ്സ് ആർ നോട്ട് പെർഫോമിംഗ് ദേ ക്യാൻ ബി ത്രെറ്റൻഡ് വിത്ത് ഫയർ. ഫയർ എന്ന് പറയുന്നതാണ് ടെർമിനേറ്റിംഗ് ഒരു എംപ്ലോയി ആണ്, നമ്മൾ വേണ്ട എന്ന് വെക്കാം എന്നൊരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ പറയും. ഡ്യൂറിംഗ് ദി AGM ആനുവൽ ജനറൽ മീറ്റിംഗിൽ നിങ്ങൾ പുറത്താക്കിയെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യും? ഈവൺ അപ്പോയിന്റ് ന്യൂ മാനേജറിനെ അപ്പോയിന്റ് ചെയ്യും. അതാണ് ഒരു സൊല്യൂഷൻ. സെക്കൻഡ് സൊല്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്? ത്രെറ്റ് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്. ത്രെറ്റ് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്. അതാണ് അതിന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഒറ്റ കൈക്ക് അവർ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്പനി വിൽക്കാൻ പോകണം, ഞങ്ങൾക്ക് ഇനി ഒരു കോൺഫ്ലിക്റ്റ്, ഞങ്ങൾക്ക് ഇനി ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വഴിയില്ല, ഞങ്ങൾ ഈ കമ്പനി വിൽക്കും, ഇനി അവരായി പുതിയ വരുന്ന മാനേജ്മെൻറ്റായി പുതിയ വരുന്ന ഷെയർ ഹോൾഡേഴ്സായി അവർ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതാണ് ഒരു സൊല്യൂഷൻ. നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ടേക്ക് ഓവർ, ഞങ്ങൾ ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പനി വിൽക്കാൻ പോവുകയാണെന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ എന്താണ് നെക്സ്റ്റ് ചെയ്യാവുന്നത്? എന്താണ്? ദാറ്റ് ഈസ് പെർഫോമൻസ് ബേസ്ഡ് റെമ്യൂണറേഷൻ. പെർഫോമൻസ് ബേസ്ഡ് റെമ്യൂണറേഷൻ. പെർഫോമൻസ് ബേസ്ഡ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് പെർഫോമൻസ് നോക്കിയിട്ട് പറ്റും. അപ്പോൾ അത് നന്നായി പെർഫോം ചെയ്യും, ചീത്തയായി പെർഫോം ചെയ്ത ബാഡ് പെർഫോമൻസ് ആണെങ്കിൽ അതനുസരിച്ച് അവരുടെ എന്ത് ചെയ്യും? റെമ്യൂണറേഷൻ കുറയും. ദിസ് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ എ ബോണസ് സിസ്റ്റം. ബോണസ് സിസ്റ്റം, ബോണസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിലാണ് നല്ലത്. ബോണസ് ഈസ് പെയ്ഡ് ടു മാനേജേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി പെർഫോമൻസ് ഓഫ് ദ കമ്പനി. അപ്പോൾ അത് ദാറ്റ് ഈസ് വൺ ഓഫ് ദി സൊല്യൂഷൻ ആണ്. പിന്നെന്താണ്? ദാറ്റ് ഈസ് ഹാവിങ് എ വോളണ്ടറി കോഡ് ഓഫ് എത്തിക്സ്. വോളണ്ടറി കോഡ് ഓഫ് എത്തിക്സ് പറയും. നമുക്ക് അറിയാലോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? what is good or what is bad എന്നുള്ളതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വോളണ്ടറി നിർബന്ധമായിട്ടും ഒരു കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് അവരോട് പറയാം. This will guide the managers in their duties so that they act in the best interest of the shareholders. അപ്പോൾ അവർക്കൊരു ആദ്യം നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവരെന്ത് ചെയ്തോളും? ആ കോഡ് ഓഫ് എത്തിക്സ് അനുസരിച്ച് എല്ലാം ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ മാനേജ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ അവർ കാര്യങ്ങൾ ചെയ്തോളും. പിന്നെന്താണ്? റിവാർഡിങ്. നെക്സ്റ്റ് ചെയ്യാവുന്നതാണ് റിവാർഡിങ്.
റിവാർഡിംഗ് മാനേജേഴ്സ് വിത്ത് എന്തുമായിട്ട് റിവാർഡ് ചെയ്യാം? റിവാർഡിംഗ് മാനേജേഴ്സ് വിത്ത് ഷെയർസ്. നമുക്ക് എന്ത് ചെയ്യാം? നന്നായി പെർഫോം ചെയ്ത മാനേജേഴ്സിന് ഷെയർസ് കൊടുക്കും. അപ്പോൾ അവരെന്തായി മാറുന്നതെങ്കിൽ ഓൾസോ ബിക്കം ദി ഓണേഴ്സ് ആയി മാറുന്നു. ജനറലി എനി പേഴ്സൺ വിൽ ഡിസ്ചാർജ് ദി അസൈൻഡ് ഡ്യൂട്ടീസ് വെൽ വെൻ ഹി ഓർ ഷീ ഹാസ് സം സ്റ്റേക്ക് ഇൻ ദ ബിസിനസ്. അപ്പോൾ അവരെ എന്ത് ചെയ്യുക? ഷെയർസ് ആയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഓണറായി മാറുന്നു. നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ ആ രീതിയിൽ അവർക്ക് താല്പര്യം ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്കും ദേ വിൽ ഓൾസോ ഹാവ് സം സ്റ്റേക്ക്, ഒരു ഇൻട്രസ്റ്റ് അതിനകത്തുണ്ടായിരിക്കും. Therefore, companies can give stock options to employees or invite managers to subscribe for shares at an attractive offer price. അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കാം. അട്രാക്റ്റീവ് പ്രൈസിൽ, എല്ലാവർക്കും കൊടുക്കുന്ന പ്രൈസിലില്ല, അവർ അട്രാക്റ്റീവ് പ്രൈസിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആകാൻ വേണമെങ്കിൽ അതുമായിട്ട് ഓഫർ കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യാം? അവരതിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഇത്രയാണ്. That is the first problem, that is conflict between managers and shareholders. നമ്മളുടെ പ്രോബ്ലത്തിന് അത് എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതും അങ്ങനെ ഉണ്ടായാൽ തന്നെ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? അതാണ് നമ്മൾ മെയിനായിട്ടെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ആര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് അറിയേണ്ടത്. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സെക്കൻഡ് ഏതാണ്? കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ the owners, conflict between the owners who possess the majority, who possesses the majority. Majority minority എന്ന് പറയില്ല, majority or controlling അഥവാ controlling interest in the firm and the minority or non-controlling owners. ഇത് വലിയൊരു പോയിന്റാണ്. പക്ഷെ പറഞ്ഞാൽ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഇനി ആരായിരുന്നു തമ്മിലുള്ള പ്രശ്നങ്ങളാണ്? അതായത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ആരായിരുന്നു തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്? ഒന്ന് ദി ഓണേഴ്സ്, ആര് തമ്മിലുള്ളതാണ്? ഒന്ന് ഓണേഴ്സ്. എങ്ങനെയുള്ള ഓണേഴ്സ് ആണ്? ഹു പൊസസ് മെജോറിറ്റി ഓർ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. മേജർ ഷെയർ അഥവാ നിയന്ത്രിക്കുന്ന താല്പര്യം. അതായത് മെജോറിറ്റി ആയിട്ട് ഈ മെജോറിറ്റി അവരുടെ എല്ലാ കൂടുതൽ അതിനെ ആ ഒരു കമ്പനിയുടെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടത് അവരാണ്. അങ്ങനെയുള്ള ഓണേഴ്സുകൾ തമ്മിലും അതേപോലെ തന്നെ എന്താണ് മൈനോറിറ്റി അഥവാ നോൺ കൺട്രോളിംഗ് ഓണേഴ്സ് തമ്മിലും. ആരാണ് മൈനോറിറ്റി അഥവാ നോൺ കൺട്രോളിംഗ് ഓണേഴ്സ്. ഓണേഴ്സ് തമ്മിലുള്ളതാണ്. പക്ഷെ ഓണേഴ്സിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഓണേഴ്സ് എങ്ങനെയുള്ളതാണ്? ദാറ്റ് ഈസ് അവരുടെ മെജോറിറ്റി അഥവാ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റവരിൽ എന്താണ്? ഒരു കാര്യമായിട്ട് മൈനോറിറ്റിയാണ്, അവർക്ക് പ്രത്യേകിച്ച് നിയന്ത്രിക്കാനുള്ള എന്താണ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയുള്ള അവർ ഓണേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. പക്ഷേ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി അങ്ങനെ ആലോചിച്ചാൽ മതി. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റും അല്ലെങ്കിൽ കൺട്രോളിങ് ആൻഡ് കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതൊന്ന് പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഹിയർ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള നോൺ കൺട്രോളിങ് എന്ന് പറയുന്നത്, നോൺ കൺട്രോളിങ് ഓണേഴ്സ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് ദ പ്രിൻസിപ്പിൾസ്. നമുക്ക് ഇതിൽ ആരെ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം? നോൺ കൺട്രോളിങ്ങിനെ നമുക്ക് ആരായിട്ട് പറയാം? പ്രിൻസിപ്പിൾ. നോട്ട് ചെയ്ത് വെക്കുക, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി വരും. നോൺ കൺട്രോളിങ് ഓണേഴ്സിനെ പ്രിൻസിപ്പിൾസ് എന്നും ആൻഡ് കൺട്രോളിങ് ഓണേഴ്സിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? കൺട്രോളിങ് ഏജൻസ് ഓണേഴ്സ്. നമുക്ക് ഇപ്പോൾ 2 ഓണേഴ്സാണ്. അപ്പോൾ അതിൽ ആരെയാണ് പ്രിൻസിപ്പൾ, ആരാണ് ഏജന്റ് എന്നുള്ളതാണ്. നോൺ കൺട്രോളിങ്ങിലെ പ്രിൻസിപ്പൾ എന്നും കൺട്രോളിങ്ങിലെ ഏജൻസ് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. The controlling owners and the agent, and the difficulty lies in assuring that the former are not expropriated by the late. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം ഈ ഓണേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിൽ അവിടെ ഉണ്ടാകുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏജൻസ്
അതായത് കൺട്രോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രോപ്രിയേറ്റഡ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സിന്റെ സ്വത്തൊക്കെ എടുത്ത് നമ്മൾ പറയില്ലേ ഇഷ്ടംപോലെ യൂസ് ചെയ്യും, അങ്ങനെയാണ് എന്നെ എക്സ്പ്രോപ്രിയേറ്റഡ് എന്ന് പറയുന്നത്. ടേക്കിംഗ് പ്രോപ്പർട്ടി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്, അവരിൽ ഫുൾ കൺട്രോളിംഗ് പവറിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ഓണേഴ്സ് കയ്യിൽ അവരെന്ത് ചെയ്യുന്നു, കൺട്രോളിംഗ് പവർ ഇല്ലാത്ത പ്രിൻസിപ്പൾ ആ ഓണേഴ്സിന്റെ പ്രോപ്പർട്ടി എടുത്ത് അവർ ഇഷ്ടാനുസരണം യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്താണ്, ദാറ്റ് ഈസ് ഓണേഴ്സ്, മെജോറിറ്റി ഓണേഴ്സ് ആൻഡ് മൈനോറിറ്റി ഓണേഴ്സ് പറയുന്നത്. There may be conflicts between majority and minority shareholders. This arises, എങ്ങനെയാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്, when subset of a firm's owners can control decisions affecting the class of owners as a whole. എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒരു സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഓണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളിലും അവർക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അവർക്ക് തീരുമാനിക്കാം എന്ന രീതിയിലേക്ക് എത്തുന്നു. അതായത് when subset of firms owners can control the decision, ഒരു ആ ഫേമുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം ഡിസിഷൻസ് ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഈ ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് ആണ് എടുക്കുന്നത്. മറ്റ് ഇപ്പം കുറേ ഒരു 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 5-10 പേരെങ്ങാനും നമ്മളത് ആലോചിച്ച് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 10 പേര് എന്ത് ചെയ്യുന്നുണ്ട്, 10 പേരാണ് ബാക്കി 90 പേരുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഓണേഴ്സിനെ തന്നെ നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ പറഞ്ഞത്, മൂന്നാമത്തെ ഏജൻസി ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ദാറ്റ് ഈസ് നമ്മളതിൽ മെൻഷൻ ചെയ്തു പോയിരുന്നു. അതായത് 3 തരത്തിലാണ്. ഓക്കെ, ബൈ മാനേജേഴ്സ് ഫോർ ഓൾസോ ഓണേഴ്സ് എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ, 3 ബേസിൽ ഏതെങ്കിലും ഒരു പേരാണ് ചെയ്യാത്തത്. ദാറ്റ് ഈസ് ബൈ മാനേജേഴ്സ് ഫോർ ഓൾസോ ഓണേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണിത്. ഇതിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചൊരു കൂട്ടം ഓണേഴ്സിനെ ഏൽപ്പിക്കും, അവരപ്പോൾ ഏജന്റായി മാറുന്നു. ഏൽപ്പിക്കുന്ന ആരാണോ ഏൽപ്പിക്കുന്നത് അവർ പ്രിൻസിപ്പളാണ്. പക്ഷെ ആരുടെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞു, ഏജൻസിന്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞു, അവരെന്ത് ചെയ്യുന്നു, ഈ ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം ഇവരായി മാറുന്നു. Thus, if a minority shareholders enjoy veto rights in relation to a particular decision, it can give rise to an agency problem. എന്താണെങ്കിൽ ഈ ഒരു ഇതിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഈ വീറ്റോ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേ വീറ്റോ റൈറ്റ് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാക്കും. വീറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പവർ ടു യൂണിലാറ്ററലി ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ആക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു പണി ചെയ്യണ്ട എന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു പവർ തന്നെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. വീറ്റോ എന്ന് പറഞ്ഞാൽ പവർ ടു യൂണിലാറ്ററലി സ്റ്റോപ്പ്, വേറെ ആരുടെയും അഭിപ്രായം ചോദിക്കേണ്ട, ഞാൻ സ്വയം പറഞ്ഞു ഇന്ന് അതവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള പവർ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുണ്ടാകുന്നത് ഈ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉള്ള ഏജൻസിൻ്റെ ഒരു വീറ്റോ പവർ എടുക്കുകയാണ്. ഒരു വീറ്റോ പവറിൽ കാര്യങ്ങൾ അവർ സ്വയം തീരുമാനിക്കുന്നു, മറ്റുള്ളവരെ അവർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്. എന്താണ്, മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ഒരു വീറ്റോ പവർ അവരുടെ ഉണ്ടാവും. അതായത് സ്വയം കാര്യങ്ങൾ എടുത്ത് സ്വയം തീരുമാനിച്ച് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പവർ അവരുടെ കയ്യിലുണ്ടാകുന്നു. ഇറ്റ് ക്യാൻ ഗീവ് റൈസ് ടു ഏജൻസി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. കുറച്ച് ആളുകളെ നമ്മൾ ഏജന്റാക്കി അപ്പോയിന്റ് ചെയ്തു, അവർ കാര്യങ്ങൾ ശരിക്കും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അവർ ചെയ്തത്. പക്ഷെ അവരവിടെ ഒരു വീറ്റോ പവർ എടുക്കുകയാണ്. യൂണിലാറ്ററലി തന്നെ ചില തീരുമാനങ്ങൾ സ്വയമേ അവർ അവിടെ എടുത്തു തുടങ്ങുന്നു. അപ്പോൾ അവിടെ നിന്നുണ്ടാകാം agency problems create. Similar problems can arise between ordinary and preferred shareholders and between senior and junior creditors in bankruptcy. ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ആരും ഉണ്ടാകാം. ഓർഡിനറി ഷെയർസും ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും തമ്മിലുണ്ടാകാം. ജൂനിയർ സീനിയർ ക്രെഡിറ്റേഴ്സുകൾ തമ്മിൽ, പ്രത്യേകിച്ച് ബാങ്ക്രപ്സി പോലെയുള്ള ഇതിലൊക്കെ വരുന്ന സമയത്ത്, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സീനിയർ ആൻഡ് ജൂനിയർ ഡിബഞ്ചർ ഹോൾഡേഴ്സ് തമ്മിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് കൺട്രോളിങ് ആൻഡ് നോൺ കൺട്രോളിങ് അഥവാ മെജോറിറ്റി മൈനോറിറ്റി എന്ന രീതിയിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയത്ത്. ഇതാണ് ദാറ്റ് ഈസ് conflict between the owners who possess the majority interest in the firm and the minority interest owners തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഈ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വീറ്റോ പവർ ഉണ്ടാവും. അവർ സ്വയമേ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മറ്റുള്ള ഓണേഴ്സൊക്കെ എന്താണ് നൽകിയിരുന്നു, അവർക്കൊന്നും പേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അത് പിന്നീട് അത് എന്തിലേക്ക് നയിക്കുന്നു, ഒരു ഏജൻസി പ്രോബ്ലത്തിലേക്ക് അത് ക്ലിയർ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ഇനി നമുക്ക് നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് conflict between the firm itself and the other parties with whom the firm contracts. അതായത് ഫേമും അതുപോലെ തന്നെ ഫേമും ആരൊക്കെയായിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അവർ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഫേമും
അതർ പാർട്ടീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ഈ അതർ പാർട്ടീസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കാം? ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, കസ്റ്റമേഴ്സ്. അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫേം ആൻഡ് ക്രെഡിറ്റേഴ്സ് തമ്മിൽ, ഫേം ആൻഡ് എംപ്ലോയീസ് തമ്മിൽ, ഫേം ആൻഡ് ഗവൺമെന്റ് തമ്മിൽ, ഫേം ആൻഡ് കസ്റ്റമേഴ്സ് തമ്മിൽ. അത് നമ്മൾ എന്താണ് ഓരോന്നാക്കി അത് വൺ ബൈ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡിസ്കസ് ചെയ്യാറുണ്ട്. ക്രെഡിറ്റേഴ്സ് ആയിട്ട് എങ്ങനെ, ഗവൺമെന്റ് ആയിട്ട് എങ്ങനെ, എംപ്ലോയീസ് ആയിട്ട് എങ്ങനെ, കസ്റ്റമേഴ്സ് എങ്ങനെയായിട്ട് ഓരോന്നും നമുക്ക് വൺ ബൈ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? That we will discuss in our next class. That's for today. Thank you, my dear students, for watching my class.